നമസ്കാരം, ഞാൻ ഡോക്ടർ വിപിൻ വി പി, കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ്, ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് ഇൻ ജനറൽ എന്ന ഒരു അസുഖം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. ഇതിൻ്റെ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് ഫുഡ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഒരു അസുഖവുമായതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ കൂടെ ഡോക്ടർ അനന്തകൃഷ്ണ ഭട്ട് സർ വന്നിട്ടുണ്ട്. സർ, യു ക്യാൻ ഇൻട്രൊഡ്യൂസ്. ഹലോ, ഐ ആം ഡോക്ടർ അനന്തകൃഷ്ണ ഭട്ട്, കൺസൾട്ടൻറ്റ് പോഡിയാട്രി സർജറി ഇൻ ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിൻ. അപ്പോൾ ടുഡേ റിഗാർഡിംഗ് ദി ഡയബറ്റിക് ഫുഡ് ഡിസീസ്, ഇതിൻ്റെ വാട്ട് ആർ ദ റീസൺസ് ഫോർ ഡയബറ്റിക് ഫുഡ് ഡിസീസ് വരാൻ കാരണം? ഓക്കെ, നമ്മൾ പറഞ്ഞു ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് ഫുഡ് ഡിസീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഈ ഡയബറ്റിക് ഫുഡ് ഡിസീസ് വരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ വെൽ കൺട്രോൾ ഡയബറ്റിസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയബറ്റിക് ഫുഡ് ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ കുറേ കാലങ്ങളായിട്ട് പഴകിയ ഡയബറ്റിസ് ഉണ്ട്, ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ് കൂടുതലാണ്, അത് അൺകൺട്രോൾഡ് ആണ് എന്നുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഡയബറ്റിക് ഫുഡ് ഡിസീസ് വരാനുള്ള സാധ്യത. അത് എന്തുകൊണ്ട് ഈ വരുന്നു എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആകുമ്പം നമുക്കറിയാം ഈ അൺകൺട്രോൾഡ് ഡയബറ്റിസ് നമ്മളുടെ കാലിലേക്കുള്ള സെൻസേഷൻ തരം ഞരമ്പുകളെ ബാധിക്കാം. ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാലിൻ്റെ മുകളിൽ സെൻസേഷൻസ് കുറയുകയും നമ്മുടെ കാലിൽ ഒരു മുറിവ് പറ്റിയാലോ അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ സ്റ്റിമുലസ് വന്നാലോ അറിയാതിരിക്കുകയും ചെയ്യും. അപ്പം അത് വരുമ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാലിന് മുകളിൽ പ്രഷർ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ പ്രഷർ പിന്നീട് ഇഞ്ചുറി വരാം, അത് കാലിൻ്റെ അൾസറേഷൻ പോലെ ആയിട്ട് വരാം. ഇത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതിയാണ്. ബാക്കി എന്തൊക്കെ കാര്യം കൊണ്ട് ഡയബറ്റിക് ഫുഡ് അൾസർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതുപോലെ തന്നെ കാലിലേക്ക് രക്തോട്ടുള്ള ഞരമ്പുകൾ, ഒരു ബ്ലഡ് വെസൽസ്, അപ്പോൾ അതിൻ്റെയും ഇതുപോലെ തന്നെ നാരോയിങ് വരികയും അത് ഒക്ലൂഷൻ വരികയും അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ കുറയുകയും ചെയ്യാം. അപ്പോൾ മെയിൻലി രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതിയും ഡയബറ്റിക് പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് ഇത് മെയിൻലി വരുന്നത്. പിന്നെ റിപ്പീറ്റഡ് ട്രോമ, അതുപോലെ ചെറിയ ഇൻഫെക്ഷൻ ഫുഡിൽ വരുമ്പം ഇതൊക്കെ ഡയബറ്റിക് ഫുഡിനെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇനി നമുക്കറിയാം നമ്മൾ ഡയബറ്റിക് ഫുഡ് ഡിസീസ് എന്ന് പറഞ്ഞു. ആക്ച്വലി എന്താണ് ഡയബറ്റിക് ഫുഡ് ഡിസീസ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് സാറ് പറയാമോ? ഡയബറ്റിക് ഫുഡ് ഡിസീസ് ഡിസ്റ്റിങ്ക്റ്റ് ഒരു എൻറ്റിറ്റിയാണ്. എന്തെന്ന് ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ക്രോണിക് ഡയബറ്റിക്, മൾട്ടിപ്പിൾ ട്രോമ, ന്യൂറോപ്പതി, ആർട്ടീരിയോപ്പതി, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് വരുമ്പോഴാണ് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഡയബറ്റിക് ഫുഡിന് ഒരു ഡിസീസിൻ്റെ ഒരു പേര് വെച്ചിട്ടുണ്ട്. ഡയബറ്റിക് ഫുഡ് ഡിസീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, ഇറ്റ് ഈസ് വെരി ഡിസ്റ്റൻറ്റ് ഫ്രം ദി ഐ. അപ്പോൾ പേഷ്യൻസിനും സ്വന്തമായിട്ട് അതിനെ അറിയാനോ കാണാനോ ഇനീഷ്യൽ സ്റ്റേജിൽ ബുദ്ധിമുട്ടാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, അത് ഇനീഷ്യൽ ഫേസ് നമ്മൾ സിംറ്റംസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. ഇനീഷ്യൽ സിംറ്റംസ് എന്താണ്, വാട്ട് ആർ ദി ഇനീഷ്യൽ സിംറ്റംസ്? ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആകുമ്പോൾ ഡയബറ്റിക് ഫുഡ് ഡിസീസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബ്രോഡ് ഏരിയ ആണ്. പക്ഷേ ഇനീഷ്യൽ സിംറ്റംസ് നമ്മൾ ജാഗ്രതയായിട്ട് നമ്മൾ ആയിട്ട് അത് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോംപ്ലിക്കേഷനായിട്ട് മാറത്തില്ല. അപ്പോൾ ഇനീഷ്യൽ സിംറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ തിങ്സ് ആണ്. അത് ഓരോരോ പേഷ്യൻറ്റും ആ ഒരു ഇനീഷ്യൽ പേഷ്യൻ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കെയർ ഗിവർ ഓർ ബൈസ്റ്റാൻഡർ, വീട്ടിലുള്ള ആൾക്കാർ ഒരു സിമ്പിളായിട്ട് പാദത്തിൻ്റെ ഒരു സിമ്പിൾ ഒരു ബേസിക് എക്സാമിനേഷൻ ചെയ്യുകയാണെങ്കിൽ, ടിപ്സിന് പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു റെഡ്നെസ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോമളം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്വെല്ലിങ്, ഇത് ചെറുതായിട്ടൊരു ആദ്യം തുടക്കം ഇങ്ങനെയാണ്. പെയിനിന് ആദ്യമായിട്ട് അതിന് നോക്കണ്ട. എന്താണ് ഈ കുറേ പേഷ്യൻസ് പെയിന് വരത്തില്ല ബിക്കോസ് ഓഫ് ന്യൂറോപ്പതി. അപ്പോൾ അത് ലേറ്റർ ഓൺ ആണ്. ഇനീഷ്യലായിട്ട് സിമ്പിളായിട്ട് നമ്മൾ നോക്കേണ്ടത് റെഡ്നെസ് ആണ്, ചെറിയ കോമളങ്ങൾ, അല്ലെങ്കിൽ നഖത്തിൻ്റെ ഒരു നെയിൽ ഡിഫോമിറ്റിനെ പറയാം, അല്ലെങ്കിൽ നെയിലിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പസ് ഫോർമേഷൻ, അല്ലെങ്കിൽ സ്വെല്ലിങ്. ആ സ്വെല്ലിങ്ങും റെഡ്നെസ്സും ചിലപ്പോൾ പ്രോക്സിമലായിട്ട് മുകളിലേക്ക് സ്പ്രെഡിങ് ആണ്. ഇല്ലെങ്കിൽ ചെറിയൊരു ഫംഗസ്, വളങ്കടിന്ന് പറയും, വിരലിനിടയ്ക്കൊക്കെ വളങ്കടി വരാം. ദെൻ ദിസ് നെയിൽ ഡിഫോമിറ്റീസ്. ദെൻ ഈ ചെറിയ ട്രോമ, ഡോക്ടർ പറഞ്ഞ പോലെ ട്രോമ, ചെറിയൊരു എന്തെങ്കിലും ഒരു ഇഞ്ചുറി, ഇല്ലെങ്കിൽ ഒരു ചീല് കയറിയ, അല്ലെങ്കിൽ ഒരു ഈർക്കിൽ കയറി, അതിൻ്റെ ചിലപ്പോൾ നമുക്ക് വിചാരിക്കും ഇത് ഒന്നും സിമ്പിളാണെന്ന്. പക്ഷെ ആ കയറിയ സ്ഥലം തന്നെ ചിലപ്പോൾ ഒരു കുപ്പിച്ചീലോ കയറി കഴിഞ്ഞാൽ അവിടെ സ്വെല്ലിങ്, റെഡ്നെസ് വരാം. അത് ഒരു ഓവർ കോഴ്സ് ഓഫ് 2-3 ഡേയ്സ് ചിലപ്പോൾ റാപ്പിഡായിട്ട് പ്രോഗ്രസ് ആകാൻ ചാൻസ് ഉണ്ട്. സോ ഐ തിങ്ക് നമ്മൾ പേഷ്യൻറ്റിനെ പറയുകയാണെങ്കിൽ സിമ്പിൾ ഏർലി സിംറ്റംസ് അതിനെ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയബറ്റിക് ഫുഡ് ഡിസീസിൻ്റെ കാര്യം വളരെ സിമ്പിളായിട്ട് ഏർലി ഫേസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു പ്രോഗ്രസ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രോഗ്രസ് ആവുന്നത് ഇസ് ഇറ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഈ പേഷ്യൻസിൻ്റെ ജനറൽ അസുഖം?
ഡയബറ്റീസിൻ്റെ വേറെ അസുഖം ഓൾസോ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദിസ് പ്രോഗ്രസ്. അപ്പോൾ ഈ സിമ്പിൾ തിങ്സ് ചിലപ്പോൾ റാപ്പിഡായിട്ട് പ്രോഗ്രസ് ആകാൻ കാരണം മെഡിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. അപ്പോൾ ദാറ്റ് യു ക്യാൻ പ്രോബ്ലി ടെൽ. റൈറ്റ്. ഇപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം സാർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയബറ്റിക് ഫുഡ് ഡിസീസിനും എല്ലാവർക്കും അൾസർ ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും കാലിൻ്റെ ഒരു ഡീഫോമിറ്റി പോലെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ തുടക്കത്തിലുണ്ടാവുന്ന ആ സൈൻസും ആ ചെറിയ ചെറിയ ലക്ഷണങ്ങളും നമ്മൾ പിക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ സാറ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എക്സ്ട്രീം മാനിഫെസ്റ്റേഷൻസിൽ വരുന്നതാണ് ഡയബറ്റിസ് ഫുഡ് അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം ആ അൾസർ ഫോം ചെയ്യുമ്പോൾ ചിലപ്പം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായോ എന്ന് പേഷ്യനോട് ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ കാരണം പേഷ്യൻസ് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പം ഒരു ചെറിയൊരു സ്മോൾ വൂണ്ടായിട്ട് തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രോമയായിട്ട് തുടങ്ങിയതായിരിക്കാം. യൂഷ്വലി ഇറ്റ്സ് ഡെവലപ്പ് ആസ് എ സ്മോൾ അൾസർ, പിന്നെ അത് വലുതായി വലിയ അൾസറായിട്ട് മാറുന്നതാണ് സാധാരണഗതി ഡയബറ്റിക് ഫുഡ് അൾസർ. കാരണം ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള അങ്ങോട്ടേക്ക് രക്തോട്ടം വളരെ കുറവായിരിക്കും, അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് യൂഷ്വലി വലുതായി വരും. സാറ് ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ചെറിയ ഡയബറ്റിക് ഫുഡിൻ്റെ ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻ വന്നു കഴിയുമ്പോൾ അതെന്തുകൊണ്ട് പ്രോഗ്രസ് ചെയ്യുന്നുള്ളതാണ് സാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അത് മിക്കവാറും നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടും അത് പ്രോപ്പർ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ടുമാണ് അത് വലുതായി വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ അൺകൺട്രോൾഡ് ഡയബറ്റിസ്, നമ്മുടെ ഷുഗർ ഒരിക്കലും കൺട്രോൾ ആവാതിരിക്കുന്ന അവസ്ഥ, അതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറിൻ്റെ കൂടെ ബാക്കിയുള്ള അസുഖങ്ങൾ ലൈക്ക് പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ അൺകൺട്രോളായിരിക്കുന്ന അവസ്ഥ, അതുപോലെ കാലിലേക്കുള്ള ബ്ലഡ് വെസലിൽ കൂടുതൽ രക്തോട്ടം കുറഞ്ഞിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഡയബറ്റിക് ഫുഡ് അൾസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് അഗ്രവേറ്റ് ചെയ്യാനും പിന്നീട് അത് ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാൻ വേണ്ടിയും കാരണമാകും. അപ്പം സർ നമ്മളിപ്പോൾ ഇത്ര ഡിസ്കസ് ചെയ്തു ഡയബറ്റിക് ഫുഡിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡയബറ്റിക് ഫുഡിൻ്റെ മാനിഫെസ്റ്റേഷനും പറഞ്ഞു, നമ്മളുടെ അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഒരു സാധാരണഗതിയിൽ ഒരു ഡയബറ്റിക് ഫുഡായിട്ടുള്ള ഒരു പേഷ്യൻ്റ് അല്ല ക്രോണിക് ഡയബറ്റീസുള്ള പേഷ്യൻ്റ് കാലിൽ ഒരു ഇതുപോലെ സിംറ്റമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സാധാരണഗതി കാണിക്കേണ്ടത്? അല്ലെങ്കിൽ അവർക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഇൻവോൾവ്മെൻറ്റ് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്ടറെയാണ് അവർ കൺസിഡർ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർ സാധാരണഗതി ചെയ്യേണ്ടത്? അതാണ് കോമൺ ആയിട്ട് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഏർലി സിംറ്റംസിനെ വെച്ചിട്ട് ഒരു പേഷ്യൻറ്റ് അങ്ങനെ ഒരു സിംറ്റമറ്റോളജി സസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ അത് ആ പേഷ്യൻ്റ് ഒന്ന് ഉടനെ തന്നെ ഡയറക്റ്റ് സ്പെഷ്യലിസ്റ്റ് എത്തണമെന്ന് ആവശ്യമില്ല. ദേ ക്യാൻ കം ടു ഫസ്റ്റ് ഒരു പ്രൈമറി ഫിസിഷ്യൻ. അവർ റെഗുലറായിട്ട് കാണിക്കുന്ന ഒരു ഫിസിഷ്യൻ തന്നെ ദേ ക്യാൻ ഐഡൻറ്റിഫൈ. ആ ഫിസിഷ്യൻ ഇല്ലെങ്കിൽ ഫാമിലി പ്രാക്ടീഷണർ വന്ന് അത് അപ്പോൾ തന്നെ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രാക്ടീഷണർ തന്നെ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ ഈ കോംപ്ലിക്കേറ്റഡ് സിംറ്റമറ്റോളജി ഓർ സയൻസ് വെച്ച് കഴിഞ്ഞാൽ ഹി ഹിംസെൽഫ് വിൽ പ്രോബ്ലി റെഫർ ടു ഹയർ ഹോസ്പിറ്റൽ. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ആക്സസിബിലിറ്റി ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഹയർ സെൻറ്ററിന്, ഫോർ എക്സാമ്പിൾ പോഡിയാട്രി സർജറിനുണ്ട്, എൻഡോക്രൈനോളജി, ഡയബറ്റോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ രണ്ട് സ്പെഷ്യാലിറ്റി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ക്വിക്ക്ലി റെക്കഗ്നൈസ് ഈ ഒരു early symptomatology or advanced symptoms ഇല്ലെങ്കിൽ സയൻസ് അതിനെ ക്വിക്കായിട്ട് നമ്മൾ we can detect that. അപ്പോൾ then I think so basically I will stress സമയം കളയാതെ ഡയറക്റ്റ് പ്രൈമറി ഫിസിഷ്യൻ ഓർ സർജന് ഡയറക്റ്റ് ആക്സസിബിലിറ്റി ചെയ്യുക. അത് ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ അല്ലെങ്കിൽ റെഫറൻസ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോഡിയാട്രി സർജറി അല്ലെങ്കിൽ ഡയബറ്റോളജി, എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റ് പോയി കഴിഞ്ഞാൽ ദേ ക്യാൻ ഗോ ഫോർ ദിസ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. സോ അപ്പം എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കും സാധാരണഗതി ഒരു രോഗി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരിക സാർ? യെസ്, അപ്പോൾ ഇപ്പോൾ ഫിസിഷ്യൻ ഓർ ഡയബറ്റോളജിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലഡ് ഷുഗർ ലെവൽ, ദെൻ യു ഗോ ഫോർ കംപ്ലീറ്റ് ബ്ലഡ് മെറ്റബോളിക് പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിന് കംപ്ലീറ്റ് റുട്ടീൻ പാരാമീറ്റേഴ്സ് ഉണ്ട്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ദെൻ കുറച്ച് സ്പെസിഫിക് ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ സെൻസേഷൻ ചില ടെസ്റ്റ് ഉണ്ട്, വൈബ്രോമീറ്റർ ടെസ്റ്റ് ഉണ്ട്. ദെൻ യു ഹാവ് വാട്ട് ഇസ് കോൾഡ് ആസ് ആങ്കിൾ ബ്രേക്കൽ ഇൻഡെക്സ്. ആങ്കിൾ ബ്രേക്കൽ ഇൻഡെക്സിന് രക്തോട്ടം എങ്ങനെയുണ്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് ദെൻ ഫർദർ ടെസ്റ്റ് ആകുമ്പോൾ എക്സ്റേ, ദെൻ ഒരു ആർട്ടീരിയൽ ഡോപ്ലറിന് ബ്ലഡ് ഫ്ലോ സർക്കുലേഷൻ, കാലിൻ്റെ സർക്കുലേഷൻ എങ്ങനെയുണ്ടെന്ന് ക്വിക്കായിട്ട് അസസ് ചെയ്യാൻ ആർട്ടീരിയൽ ഡോപ്ലർ ടെസ്റ്റ് ഉണ്ട്. ദെൻ ഹയർ ടെസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ അതിൻ്റെ ഒരു ഫുഡിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ അൾസറേഷൻ ഉണ്ട്, അൾസറേഷൻ ഉണ്ടെങ്കിൽ അതിന് കൾച്ചർ എടുക്കണം. ബിക്കോസ് അൾസറേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിന് ചെറിയൊരു ഇൻഫെക്ഷൻ കാണും. അപ്പോൾ ഇൻഫെക്ഷൻ ആകുമ്പോൾ വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ, ആൻറ്റിബയോട്ടിക് ആയിട്ട് ഫോക്കസ് ആയിട്ട് കൊടുക്കണം. അതിന് നമ്മൾ കൾച്ചർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ഗിവ് ദറ്റ് പ്രോപ്പർ ആൻറ്റിബയോട്ടിക്. Apart from that, most important, surgeon, even though I'm a surgeon, still I feel that the role of the physician and diabetologist is extremely important, because ആ സമയത്തുള്ള ബ്ലഡ് ഷുഗർ എന്താണ്, വാട്ട് ഇസ് ദ കിഡ്നി ഫംഗ്ഷൻ,
ആ ബ്ലഡ് ഷുഗർ എങ്ങനെയാണ് അതിൻ്റെ കൺട്രോൾ. അപ്പോൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നിച്ച് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ബെറ്റർ റിസൾട്ട് ഇൻ ഡയബറ്റിക്. വാട്ട് ഐ എം സേയിങ് ഇസ് കുറേ പേഷ്യൻസ് ഇങ്ങനെ ഒരു സസ്പിഷൻ ചെയ്യണം. പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നു, ഓപ്പറേഷൻ ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ്. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാതെ ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ എന്ന് എപ്പോഴും ചോദിക്കും. അപ്പോൾ അതിനെ ക്യാൻ യു ക്ലാരിഫൈ ദാറ്റ്? സാധാരണഗതിയിൽ ഒരു ഡയബറ്റിക് ഫുഡ് അൾസറിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ തുടങ്ങുന്നത് ഷുഗർ കൺട്രോളിൽ തന്നെയാണ്. നമുക്കറിയാം ഡയബറ്റിക് ഫുഡ് അൾസറോ അല്ലെങ്കിൽ ഫുഡ് കോംപ്ലിക്കേഷനുള്ള ഒരു പേഷ്യൻറ്റിന് എപ്പോഴും ഷുഗർ കുറച്ച് അൺകൺട്രോൾഡ് ആയിരിക്കും. കാരണം ഈ ഫുഡിലുള്ള ഇൻഫെക്ഷൻ തന്നെയാണ് അതിനൊരു കാരണം. കാരണം ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്താലേ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ഷുഗർ കൺട്രോൾ ചെയ്താൽ പറ്റിയാലേ നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സൈക്കിൾ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു പേഷ്യൻറ്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ഷുഗർ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ടാബ്ലറ്റ്സ് ഉപയോഗിക്കും, അതിൻ്റെ പോലെ ഇൻസുലിൻ ഉപയോഗിക്കും. എന്നിട്ട് നമ്മൾ പറയും അവരുടെ ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗറുകളൊക്കെ 140 താഴെയും മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ താഴെയും, ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ 180 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ താഴെയായിട്ട് നമ്മൾ വെച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് കൺട്രോൾ നമ്മൾ പറയും. അത് ഒരു ഭാഗമാണ്. ചില പേഷ്യൻസിന് നമുക്കറിയാം ക്രിയാറ്റിൻ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും, കിഡ്നി ഫംഗ്ഷൻ കുറച്ച് അബ്നോർമലായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ലിവർ ഫംഗ്ഷൻ കുറച്ച് അബ്നോർമലായിട്ടുണ്ടാകും. അങ്ങനെയുള്ള പേഷ്യൻറ്റിന് നമ്മൾ ചിലപ്പോൾ ഇൻസുലിൻ്റെ കൂടെ സേഫായിട്ടുള്ള ടാബ്ലറ്റ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് കോംപ്ലിക്കേഷൻ റൂൾ ഔട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ ഈ പേഷ്യൻസിനെല്ലാം നമുക്ക് ഡയബറ്റീസിൻ്റെ കൂടെ തന്നെ പ്രഷറുള്ള പേഷ്യൻസ് ഉണ്ടാണെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യണം, കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം. അതുപോലെ കാലിലോട്ട് രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള ടാബ്ലറ്റ്സ് ഉണ്ടാവും, ലൈക്ക് ആസ്പിരിൻ, അങ്ങനെയുള്ള ഗുളികൾ നമ്മൾ കൊടുക്കും. അതുപോലെ ചില പേഷ്യൻസിനാണെങ്കിൽ ഭയങ്കര പെയിൻ ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പോൾ പെയിൻ കുറയാൻ വേണ്ടി, ന്യൂറോപ്പതിക് പെയിൻ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പറഞ്ഞെങ്കിൽ മീതൽക്കബാലമിൻ, പ്രീഗബാലിൻ, ഗബാപ്പിൻ അങ്ങനെയുള്ള ടാബ്ലറ്റുകൾ കൊടുക്കും. നമ്മൾ കഴിയുന്നത്രയും പെയിൻ കില്ലേഴ്സ് അവോയ്ഡ് ചെയ്യും. ബിക്കോസ് പെയിൻ കില്ലേഴ്സും അലോങ് വിത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ക്രിയാറ്റിൻ, കിഡ്നി ഫംഗ്ഷനൊക്കെ അബ്നോർമലാവും. ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുകയാണ് സോ ദാറ്റ് നമുക്ക് ഇൻഫെക്ഷൻ നമുക്ക് പ്രോപ്പർലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ സർജിക്കൽ ഓപ്ഷൻസ് നമുക്ക് ബെറ്റർ ഔട്ട്കം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ചെയ്യേണ്ടത്. അപ്പം ഈ മാനേജ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതൊരു ടീം വർക്കാണ്. അതുപോലെ ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റിൻ്റെ കൂടെ സർജിക്കൽ മാനേജ്മെൻറ്റും ഇറ്റ് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പം സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഈ എന്തൊക്കെ സർജിക്കൽ ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഡയബറ്റിക് ഫുഡ് ഡിസീസിലെ ആൾക്കാർക്കുള്ളത്? സാർ ഒന്ന് എക്സ്പ്ലെയിൻ. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഈവൻ ദോ ഞാൻ ഒരു പോഡിയാട്രിക് സർജറിയാണ്, സർജിക്കൽ ഓപ്ഷൻ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയണത് എല്ലാ ഡയബറ്റിക് പേഷ്യൻറ്റിന് സർജറി ചെയ്യണമെന്ന് ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ എർലി സിംറ്റംസ് വരുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആൻറ്റിബയോട്ടിക്സ്, ഓഫ് ലോഡിങ് എന്ന് പറയുകയാണെങ്കിൽ ആ ഡയബറ്റിക് ഫുഡുള്ള പേഷ്യൻറ്റിന് കാല് താഴെ ചവിട്ടാൻ പാടില്ല, ദാറ്റ് ബെഡ് റെസ്റ്റ്. ഇതിൽ തന്നെ ഇറ്റ് വിൽ ഗോ എ ലോങ് വേ ഇൻ പ്രിവെൻറ്റിംഗ് ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. പല പേഷ്യൻസും നമ്മൾ കണ്ടിട്ടുണ്ട്, ഡയബറ്റിക് ഫുഡ് അൾസറുള്ള ആൾക്കാരോ ഡയബറ്റിക് ഫുഡ് ഡിസീസുള്ള ആൾക്കാരോ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും അവർ നടന്നും കൊണ്ട് ബാത്റൂമിൽ പോകും, നടന്നും കൊണ്ട് വീടിൻ്റെ പുറത്ത് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകും. ഈ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സാർ. സോ ഞാൻ പറഞ്ഞ പോലെ കുറേ പേഷ്യൻസ് വിത്ത് ദിസ് ഡയബറ്റിക് ഫുഡ് ഡിസീസ് നമ്മൾ സർജറി ഇല്ലാതെ തന്നെ ഏർലി സ്റ്റേജിൽ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഓഫ് ലോഡിങ്, ആൻറ്റിബയോട്ടിക്സ്, പിന്നെ പ്രോപ്പർ ഡ്രസ്സിങ്. ഈ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ പ്രോപ്പർ ഒരു ഡയബറ്റിക് ഫുഡ് സെൻറ്റർ അല്ലെങ്കിൽ പോഡിയാട്രിക് സർജറി സെൻറ്റർ അല്ലെങ്കിൽ ഒരു സർജൻ, ഒരു ക്വാളിഫൈഡ് സർജൻ ഹൂസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഡയബറ്റിക് ഫുഡ് ഡിസീസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിട്ട് അതിൻ്റെ വേണ്ടിയ ഡ്രസ്സിങ്സ്, ആൻറ്റിബയോട്ടിക്സ്, ഓഫ് ലോഡിങ്, റെഗുലർ ഫോളോ അപ്പ്, ഇതൊക്കെ ചെയ്യുമ്പോൾ കുറേ ഏർലി സ്റ്റേജ് ലീഷൻസ് ഓർ ഡയബറ്റിക് ഫുഡ് ഡിസീസ് നമ്മൾ വിതൗട്ട് സർജറി ടാക്കിൾ ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ഇൻ പേഷ്യൻറ്റ്, ദാറ്റ് ഇസ് എ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്യുന്നത് പ്രൊസീജിയേഴ്സാണ്. യൂഷ്വലി ക്ലിയർ കട്ട് ഇൻഡിക്കേഷൻസ് ഉണ്ട് ഡയബറ്റിക് ഫുഡിൽ. ഇങ്ങനത്തെ ഇൻഡിക്കേഷൻസിന് യൂഷ്വലി അൺകൺട്രോൾ ഡയബറ്റീസ്, കോംപ്ലിക്കേറ്റഡ് ഡയബറ്റിക് ഫുഡിന് എന്താർത്ഥം, ഈ മെഡിക്കൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും അത് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയില്ല, ക്യൂർ ആയില്ല, അല്ലെങ്കിൽ മേജർ അൾസേഴ്സ്, സ്പ്രെഡിങ് ഇൻഫെക്ഷൻസ്. ആൻഡ് പേഷ്യൻസിൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ ഈ കോംപ്ലിക്കേഷൻ ആകുമ്പോൾ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ കിഡ്നിയോ ലിവറോ ഹാർട്ടോ റെസ്പിറേഷനോ ഇതൊക്കെ കുറേ കോംപ്രമൈസ് ആയിട്ട് സെപ്റ്റിസീമിയ എന്ന് പറയും. അങ്ങനത്തെ പേഷ്യൻസ് വെരി സിവിയർ സിക്ക് പേഷ്യൻസ്. പക്ഷേ കോമൺ സർജറിനെ പറയുകയാണെങ്കിൽ ഡയബറ്റിക് ഫുഡിന് മെഡിക്കൽ മാനേജ്മെൻറ്റ് ഡോക്ടർ പറഞ്ഞ പോലെ മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് സർജിക്കലിന് പറയുകയാണെങ്കിൽ യൂഷ്വലി കോമൺ മാനിഫെസ്റ്റേഷൻസ് ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻസ് നമ്മൾ യൂഷ്വലി വാട്ട് വി ഡു ഇസ് ഓപ്പറേഷൻ കീറി അതിനെ പസ് റിലീസ് ചെയ്യണം. പസ് റിലീസ് ചെയ്യുന്ന ഉദ്ദേശം തന്നെ ഒന്ന് ഇൻഫെക്ഷൻ കൺട്രോൾ ആവും, രണ്ടാമത്തെ അവിടെ തന്നെ നമ്മൾ പസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് സ്പ്രെഡ്. അതേ സമയത്തിൽ പസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൂണ്ട് വിൽ നോട്ട് ഗോ ഡീപ്പർ,
സ്പ്രെഡിങ് ക്യാൻ ബി സൈഡ് ഓർ ഡീപ്പ്. ഡീപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കാലിലെ ഡെപ്ത് ഉള്ള സ്ട്രക്ചേഴ്സ് ടെൻഡൻസും ബോൺസും ജോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സിന് പൊതുവേ ഇൻഫെക്ഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള ശക്തി അതിന് ഇല്ല. സോ അവിടെ ആ പ്ലെയിനിൽ ഇൻഫെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ റാപ്പിഡായിട്ട് സ്പ്രെഡ് ആവും. ഫോർ എക്സാമ്പിൾ ടെൻഡൻ ഷീത്ത്, ടെൻഡൻസ്, ബോൺസ്, ജോയിൻറ്റ്സ്, ലിഗമെൻറ്റ്സ്. അപ്പോൾ ആ ഡെപ്ത് പോകാതെ നമ്മൾ എർലി സ്റ്റേജിൽ ഇൻസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പസ് അവിടെ തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് വൂണ്ട് ഹീൽ ആവും. സോ ദാറ്റ് ഈസ് ദി കോമൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിന് കുറേ സ്പ്രെഡിങ് ഇൻഫെക്ഷൻസ്, അത് മേജർ സർജറീസ് ആണ്. അത് ദാറ്റ് ഈസ് പ്രോബ്ലി ഓൺലി എ സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് കൂടുതലായിട്ട് ഈ സർജിക്കൽ സ്ട്രെസ്സും early ഫേസ് ഇൻ്റർവെൻഷൻ പറയാൻ കാരണം തന്നെ ഡയബറ്റീസിന് എല്ലാവർക്കും അറിയാം, ഡയബറ്റിക് ഫുഡ് ഡിസീസിന് അവോയ്ഡിങ് ആംപുട്ടേഷൻ. അപ്പം നമ്മുടെ ഇവിടുത്തെ ടീം വാട്ട് വി ആർ ഫോക്കസിങ് ഇൻ ഓസ് വൺ ഇസ് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ്, ഇൻഫോമിങ് ദം ഇങ്ങനത്തെ ഒരു early സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, early ഹോസ്പിറ്റലൈസേഷൻ ഫോർ കോംപ്ലിക്കേഷൻസ്, early ട്രീറ്റ്മെൻറ്റ് ഓഫ് കോംപ്ലിക്കേഷൻ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് വി ക്യാൻ അവോയ്ഡ് ആംപുട്ടേഷൻസ്. ആംപുട്ടേഷൻസിന് അതിനും പിന്നെയും പേടിക്കണ്ട. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് പേഷ്യൻസിന് എപ്പം പേടിയാണ്. ആംപുട്ടേഷൻസിന് പറഞ്ഞാൽ പേടിയില്ല. ഈവൻ ഇഫ് യു ആംപുട്ടേറ്റ് എ സ്മോൾ ടോ ഓർ സംതിങ്, ലോങ് ടേം ട്രീറ്റ്മെൻറ്റും പ്രിവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പേഷ്യൻസ് ക്യാൻ വാക്ക്. ദാറ്റ് ഈസ് അത് ഉറപ്പാണ്. ബട്ട് യു ഹാവ് ടു ഫോളോ. ഇങ്ങനത്തെ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് അതിന് സിൻസിയറായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ട് ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം വാക്കിംഗ് ഈസ് ഗ്യാരണ്ടീഡ്. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ. അപ്പം നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആർക്കാണ് അതിൻ്റെ കൂടുതലായിട്ട് ഡയബറ്റിക് ഫുഡ് അൾസർ വരുന്നതിൻ്റെ സാധ്യത, അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഡിസീസിൻ്റെ സാധ്യത പറഞ്ഞെങ്കിൽ എനി പേഷ്യൻറ്റ് ഹു ഈസ് ഹാവിങ് എ ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റിസ് മെൽറ്റസ് ഈസ് പ്രോൺ ഫോർ ഡയബറ്റിക് ഫുഡ് ഡിസീസ്. അപ്പം അങ്ങനെയൊരു പേഷ്യൻ്റ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും നമ്മൾ. കാരണം ബിക്കോസ് നമ്മൾ ഡയബറ്റിസ് നമുക്ക് മാനേജ്മെൻറ്റ് നമുക്കറിയാം. മെജോറിറ്റി ഓഫ് ദ ഡയബറ്റിസ് മാനേജ്മെൻറ്റ് ഇസ് ടീച്ചിങ് ദ പേഷ്യൻറ്റ് ഹൗ ടു ഡീൽ വിത്ത് ദ ഡിസീസ്. അപ്പോൾ ഡയബറ്റിക് ഫുഡ് അൾസർ സാധ്യതയുള്ളൊരു പേഷ്യൻ്റാണ് നമ്മൾ അവരോട് പറയും, നിങ്ങളുടെ കാല് എല്ലാ ദിവസവും എക്സാമിൻ ചെയ്യണം. എങ്ങനെ പലപ്പോഴും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റില്ല. സോ യു ക്യാൻ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ ആൻഡ് യു ക്യാൻ ഷോ യുവർ ഫീറ്റ് ടു ദ മിറർ. കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും കറുപ്പ് നിറം വരുന്നുണ്ടോ, എന്തെങ്കിലും ചുവപ്പ് നിറം വരുന്നുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡാണെങ്കിൽ വൈഫിനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ വീട്ടിൽ മക്കളോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കാൻ പറ്റും നമുക്ക് കാലിൽ എന്തെങ്കിലും ചേഞ്ചസ് ആയിട്ട്, കളർ ചേഞ്ചസ് ആയിട്ടോ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആയിട്ടോ വരുന്നുണ്ടോ. പല സിറ്റുവേഷനിലും നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാല് എല്ലാ ദിവസവും വൃത്തിയായി കഴുകുക എന്നുള്ളത്. ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ നോർമൽ വെള്ളമോ സോപ്പോ ഉപയോഗിച്ച് കാല് കഴുകുക. കാല് കഴുകിക്കഴിഞ്ഞാൽ ഉടനടി നമ്മൾ അത് തുടച്ച് ഉണക്കി വെക്കണം ശരിക്കും. അങ്ങനെ എപ്പോഴും വെറ്റായിട്ട് വെക്കാനും പാടില്ല. അത് മൂന്നാമത്തെ ആസ്പെക്റ്റാണ് നമ്മൾ കാലിൻ്റെ നഖം നമ്മൾ കട്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കാലിൻ്റെ വശങ്ങളിലൊക്കെ അതുകൊണ്ട് മുറിവ് വരിക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കട്ടിയുള്ള നഖങ്ങൾ മുറിക്കുമ്പം കാലിലോട്ട് തട്ടുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. നഖം കട്ടിങ്ങും ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വിരലുകളുടെ ഇടയിലുള്ള ഏരിയാസ് നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. അതിൽ വല്ല ഇൻഫെക്ഷനോ കളർ ചേഞ്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉടനടി ഡോക്ടറെ കാണാൻ പോകാം. പിന്നെ നമുക്കറിയാം പലപ്പോഴും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് കോൺസ്, നമുക്ക് കാലിൻ്റെ ഇടയിലുള്ള വാട്ടുകൾ, ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ വന്നിട്ട് നമ്മൾ ചെറുതായി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു നീഡിലെടുത്ത് കുത്തുക അല്ലെങ്കിൽ അച്ഛനെ സ്വന്തമായിട്ട് അത് കീറാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ പ്രിലിമിനറി ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മളൊരു ഫുട്വെയർ, നമ്മൾ ചെരുപ്പിടുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ സെൻസേഷൻ കുറവാണെങ്കിൽ എപ്പോഴും ആ ഫുട്വെയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളോ വല്ലതും കിടക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ നോക്കണം. അതുണ്ടെങ്കിൽ ചിലപ്പോൾ സെൻസേഷൻ അറിയില്ലെങ്കിൽ അത് വെച്ച് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മുറിവ് പറ്റാം, അത് ഡയബറ്റിക് ഫുഡ് അൾസറായി മാറാം. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഡയബറ്റീസിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും തുടങ്ങുന്നത് ഡയബറ്റീസിൻ്റെ കൺട്രോൾ ഇല്ലായ്മയിലാണ്. അപ്പം എനി ഡയബറ്റിക് പേഷ്യൻറ്റ് നമ്മൾ ബ്ലഡ് ഷുഗേഴ്സ് കൺട്രോളാക്കി വെക്കണം, ബ്ലഡ് പ്രഷർ കൺട്രോളാക്കി വെക്കണം, നമ്മൾ കൊളസ്ട്രോൾ കൺട്രോളാക്കി വെക്കണം. പിന്നെ ഡയബറ്റീസിൻ്റെ കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ രക്തോട്ടം നിലനിർത്താൻ വേണ്ടിയിട്ടും കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ആസ്പിരിൻ, അതുപോലുള്ള മരുന്നുകൾ നമ്മൾ കണ്ടിന്യൂസ്ലി എടുക്കേണ്ടി വരും ചില സമയങ്ങളിൽ. കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഗുളികകൾ അതൊക്കെ എടുത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാവുന്നതാണ്. ഇതുപോലെ എന്തെങ്കിലും കാലിൽ സെൻസേഷൻ കുറവോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കൺസൾട്ട് യുവർ ഡോക്ടർ, പ്രോപ്പർ എക്സാമിനേഷൻ ചെയ്യുക. എന്നിട്ട് ന്യൂറോപ്പതിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമുക്കെടുക്കാം, പ്രൊട്ടക്റ്റീവ് ഫുട്വെയർ നമുക്കെടുക്കാം. എല്ലാ ദിവസവും കാല് എക്സാമിൻ ചെയ്യുക.
if there is any positive or negative signs of any diabetic foot infection or diabetic foot disease, you consult your doctor. Don't treat yourself. കാരണം മെജോറിറ്റി കോംപ്ലിക്കേഷൻസും വരുന്നത് സ്വന്തമായി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് കോംപ്ലിക്കേഷൻ ആവുന്നതുകൊണ്ടാണ്. ഇതൊക്കെയാണ് ഡയബറ്റിസ് ഫുഡ് ഡിസീസിനെ പറ്റിയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളൊരു ബേർഡ്സ് ഐ വ്യൂ ഡയബറ്റിക് ഫുട്ട് അൾസർ ഡിസീസിനെ പറ്റിയിട്ടും ഫുഡ് ഡിസീസിനെ പറ്റി നമ്മൾ തന്നു. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇനി ഉണ്ടാവും. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ കമൻറ്റ് ബോക്സിലോ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് മെയിലായിട്ടോ നമുക്ക് അയക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ഹെൽപ്പുകൾ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.